റമളാൻ മാസത്തിൽ പണിയൊക്കെ എളുപ്പമാവാൻ വേണ്ടി ഞാൻ കുറച്ചധികം പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഈസൂനുള്ള സെർലാക്ക് പോലെയുള്ള ഹോർലിക്സ് സെർലാക്കൊക്കെ പോലുള്ള ഒരു പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് മക്കന, കാഷ്യൂ, ആൽമണ്ട്, റേസിന്, വാൾനട്ട് പിന്നെ പിസ്തയും ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി, അത് നല്ല പൊടിയായിട്ട് വരും. എന്നിട്ട് നല്ലോണം ഞാനൊന്ന് നല്ലോണം ഇളക്കി, കാരണം എല്ലാം അങ്ങോട്ടും കൂടെ എത്തണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കൊടുക്കുക രാവിലെ പാലിലിട്ടിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം അതിലോട്ട് ഒരു സ്പൂൺ ഇട്ടിട്ടാണ് കൊടുക്കല്. ഇനി ഞാൻ കുറച്ച് ഫ്രോസൺ കടികൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പം ഫ്രോസ് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ റമദാൻ ആദ്യമായിട്ടാണ് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കബാബ്, സമൂസ, കട്ട്ലേറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഞാൻ നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ച്. അടുത്തത് ഈ ചിക്കനൊക്കെ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി വേണമല്ലോ. അപ്പം ഞാൻ ബ്രസ്റ്റ് പീസ് തന്നെയുള്ള ചിക്കൻ എടുത്തിട്ട് അത്യാവശ്യം ചെറിയ പീസായിട്ട് എല്ലില്ലാതെ നല്ലോണം മുറിച്ചെടുത്തിട്ടുണ്ടായി. ഈ ചിക്കന് ഞാൻ യൂസ് ചെയ്യാൻ പോണത് ചിക്കൻ സമൂസ ഉണ്ടാക്കണമെന്നുണ്ട്. കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കബാബിലോട്ട് നമുക്ക് ചിക്കൻ വേണം. അപ്പോൾ മാക്സിമം ഇതിലൊക്കെ എല്ലില്ലാത്ത ബോൺലെസ് പീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ എടുത്ത് കുക്കറിൽ അതും വേവിക്കാൻ വെച്ച് വെന്ത് കഴിഞ്ഞാൽ ഞാനതെടുത്തിട്ട് പിച്ചിട്ടും മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടും അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വേണ്ട ഒരു സാധനമായിരുന്നു. ഹ്യൂജൊന്നൊന്നുമില്ല, കുറച്ചിട്ടോ. എനിക്ക് ഈ സമൂസക്കൊക്കെ ഇടാനുള്ള ഗ്രീൻ പീസ്. അപ്പോൾ അങ്ങനെ അതിനും ഞാൻ എന്ത് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെച്ച്. ഇത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായില്ലേ, ആ ഉള്ളിയൊക്കെ അനിയത്തി നല്ലോണം അരിഞ്ഞ് തന്നിട്ടോ. പിന്നെ ഇത് ഉമ്മച്ചി ഉന്നക്കായ ഉണ്ടാക്കുക കേട്ടോ. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ഇതാണ്. അത് നല്ലോണം റോളൊക്കെ ചെയ്ത് അത് ഫ്രിഡ്ജിലേക്ക് ഫ്ലിംഗ് റാപ്പ് ഇട്ടിട്ട് കയറ്റി. അടുത്തത് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അടക്ക് വേണ്ടിയിട്ടും ചിക്കൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ്. ഞാൻ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്, കാരണം ചിക്കൻ്റെ അല്ലേ, ഏകദേശം സെയിം മസാല തന്നെ. അപ്പം ഏകദേശം മാറ്റേണ്ടി വരുമ്പം, സാധനങ്ങൾ മാറ്റിയിടേണ്ടി വരുമ്പം അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഉള്ളി ഞാൻ ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയ എണ്ണയിൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതൊന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ചിക്കനും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല പിന്നെ കുറച്ച് ചാട്ട് മസാലയും ഞാൻ ആഡ് ചെയ്തിട്ട് അതൊന്ന് മസാല പിടിക്കണ വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത്. അങ്ങനെ അതൊന്ന് ഇളക്കി ഏകദേശം പരുവായപ്പോൾ ഇതിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും മല്ലിച്ചപ്പും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാനത് ബ്രെഡ് ക്രംസും ആഡ് ചെയ്തിട്ട് അത് റോൾ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. പിന്നെ ബാക്കിയുള്ള മസാലയിലോട്ട് ഗ്രീൻ പീസ്, കോഴിയടക്ക് വെച്ചാണ് കുറച്ച് ഗ്രീൻ പീസും ഇടാൻ പറഞ്ഞ്. അങ്ങനെ ആ ഗ്രീൻ പീസും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിയിട്ട് മൈദൻ്റെ മാവ് വെച്ച് കുഴച്ച് അത് പരത്തി അങ്ങനെ കോഴിയടയും റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ ഞാൻ അതേ സെയിം പാനിൽ തന്നെ കേട്ടോ അടുത്ത മസാലയ്ക്ക്, അതായത് ചിക്കൻ സമൂസൻ്റെ മസാലക്കുള്ള ഇതാണ്, ഉള്ളിയാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് പിന്നെ അതൊന്ന് നല്ലോണം ഇളക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് നല്ലോണം വാടിയതിന് ശേഷം ഞാൻ അതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് ഫസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് പിന്നെ ഞാനതിൽ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇട്ടിട്ട് നല്ലോണം അത് ഇളക്കി കൊടുത്ത് ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി വഴറ്റുമ്പം. അങ്ങനെ അത് മാത്രം വെച്ച് അത് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ആ പാത്രം നല്ല കഴുകിയതിന് ശേഷമാണ് അടുത്തതിനുള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്യണത്. അടുത്തത് വെജ് സമൂസയാണ്. അപ്പോൾ അതിലേക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ലോണം
ഉള്ളിയൊക്കെ വഴറ്റി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് ഗ്രീൻ പീസ്, ഞാൻ വേറെ വെജീസൊന്നും ആഡ് ചെയ്യുന്നില്ല, ഗ്രീൻ പീസും അതൊന്ന് നല്ലോണം വഴറ്റിയിട്ട് അതിലോട്ട് ചാട്ട് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് അത് നല്ലോണം പ്രിപ്പയർ ചെയ്ത് ഇനി ഇതിലോട്ട് നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ അതിൽ നല്ല സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോയിലോട്ട് ഞാൻ ഈ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ആഡ് ചെയ്ത് അതൊന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ സമൂസ ഷീറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പം മിനി സമൂസ ഷീറ്റിൽ ഞാൻ ചിക്കൻ സമൂസയും വലുതിലോട്ട് ഞാൻ വെജ് സമൂസയും കൂടി ആഡ് ചെയ്ത് അതും പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് ഫ്ലിങ് റാപ്പ് ചെയ്ത് കയറ്റി. പിന്നെ കബാബാണ്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഈ കബാബ് ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ എടുക്കണില്ല. ഞാൻ ദാലും പൊട്ടാറ്റോയും ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ 1 ടൈം വേവിച്ചെടുക്കുന്ന ഒരു കബാബാണ്. ആവശ്യം മസാല ചേർത്തിട്ട് അതും പ്രിപ്പയർ ചെയ്ത് ഞാൻ ഫ്ലിങ് റാപ്പ് ചെയ്ത് കയറ്റി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ സൂനാണ് കേട്ടോ, അധികം മസാലയൊന്നും ഇല്ലാണ്ടൊരു കോളി പനീർ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ ഫസ്റ്റ് ബ്രോക്കോളി സ്റ്റീം ചെയ്യുക കേട്ടോ ചെയ്തത്, എന്നിട്ട് അത് പൊടിച്ചെടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോയിലോട്ട് ഈ ബ്രോക്കോളി ആഡ് ചെയ്യും. പിന്നെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുള്ള പനീറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്, അധികം മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല പറഞ്ഞില്ലേ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കശ്മീരിൻ്റെ ചില്ലി ഫ്ലേക്സും മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതൊന്ന് റെഡി ആവാൻ ബ്രെഡ് ക്രംസും ആഡ് ചെയ്ത്, ഈ ബ്രെഡ് ക്രംസ് മതിയായില്ല കേട്ടോ, ഞാൻ കുറച്ചും കൂടി അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കണ്ടില്ല ഒട്ടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പരിവാവണം കേട്ടോ, അതായത് അധികം ഒട്ടാണ്ടൊക്കെ, എന്നാലും നമുക്ക് നല്ലോണം കിട്ടും. വീഡിയോ ഞാനിങ്ങനെ കാണിച്ചു തരുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതാണ് ഞാൻ കട്ട്ലേറ്റ് ഞാൻ ചെയ്തത്. ബാക്കി കബാബും മറ്റേ കട്ട്ലേറ്റൊക്കെ അനിയത്തിയായിട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി നേരത്തെ കണ്ടില്ലേനോ, ഈ ഉമ്മച്ചിയാണ് ഉണ്ടാക്കിയത്. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തീർത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ചെറിയ സൈസിലാണ് ഞാനൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാം ഞാൻ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ചതഞ്ഞൊന്നും പോകാണ്ട് നിന്നാൽ മതിയേനു. അപ്പം ഇത്രയേ ഉള്ളൂ.